MDMമായിട്ട് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി ബോധവൽക്കരണം നടത്താനോ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനോ എനിക്കറിയില്ല. പക്ഷെ ഒരു ചെറിയൊരു കാര്യം പങ്കുവെക്കാനാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ അനിയന് ആളൊരു 22 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതിനായിട്ട് കയർക്കണം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലായിട്ടുള്ള ആളതിനായിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ ബന്ധം പുലർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്വാഭാവികത എനിക്ക് അസഭ്യത തോന്നിയിട്ട് ഞാൻ ആളോട് എന്താണ് വിവരം എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ആളെന്നോട് അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്തിപ്പോൾ ആളിനോട് ഇങ്ങനെ വിവരിച്ചപ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നിട്ടോ. എമ്മാതിരി മാരകമായിട്ടുള്ള ഒരു അഡീഷനാന്ന് അറിയാം ഇതിൻ്റെത്. ഇതിൽ നിന്ന് ലഹരിയിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടും ഇതിൻ്റെ എഫക്റ്റ് വിട്ടിട്ടില്ല ശരീരത്തിൽ നിന്ന്. ആളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ തർക്കിക്കുക, ഏജുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്തിട്ട് ആളെ മാറ്റി നിർത്തണമായിട്ട് തോന്നുക, കത്തിയെടുക്കുക, ആളെ കയർത്ത് ചെല്ലുക, അസഭ്യങ്ങൾ പറയുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ. ഇപ്പോൾ ദയവ് ചെയ്തിട്ട് ആരും ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇതിൻ്റെ കാരിയർമാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിങ്ങാണ്ട് പൊരുതണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞ് ഇനി നമ്മളെ തലമുറയെ രക്ഷിക്കാൻ യാതൊരു രീതിയിലും കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ നാട്ടുകാർ ഈ നിയമത്തിനും ഇതിനൊന്നും ഇപ്പോൾ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നാട്ടുകാർ ഒത്തൊരുമിച്ചിങ്ങാണ്ട് അവരെ കയ്യേറ്റം ചെയ്യണം എന്നല്ല പറയണത്. ഇതിനെ എതിർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിങ്ങാണ്ട് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ നാളെ നമ്മളെ മക്കളും പെടാം, ആണ് പെൺ വ്യത്യാസമില്ലാതെ എല്ലാ രീതിയിലും പെട്ടുപോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ദയവ് ചെയ്തങ്ങാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സിഗരറ്റ് പോലും വലിക്കാതെ നടന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ ഈ കോഴിക്കോട് ബീച്ചിൽ വരേണ്ടി വന്ന് എനിക്ക് ആദ്യമായിട്ട് MDMA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരു ലഹരി എന്ന് പറഞ്ഞ സാധനം, സിഗരറ്റ് വലിക്കാൻ കൂടി എന്റെ കൂടെ ഉള്ളവർ വലിക്കുമ്പോഴൊക്കെ ഞാൻ ഓലെ ചീത്ത പറഞ്ഞ് അത്രയും എതിരുണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കറങ്ങാൻ വന്നതാണ്. അന്നാണ് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവരെന്നോട് പറയാറ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് MDMA എന്നോട് പറഞ്ഞിട്ടില്ല, MDMA സാധനം കണ്ടിട്ടില്ല അതുവരെ. എന്നോട് പറയാണ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, ഭയങ്കര ധൈര്യക്കാരൻ, എനിക്ക് ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസ് എടുത്തു, ഒരു മോട്ടിവേഷൻ തന്നെനിക്ക്. ഇത് ഉപയോഗിച്ച് നോക്കിയാറ്. ഞാൻ വേണ്ട എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് അഡിക്ഷൻ ആവുന്നില്ല, നമ്മളെ ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ചത് ഇവിടെ തീർന്നു തരണം. പക്ഷെ ആ പറച്ചില് വെറുതെ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെയും വേണമെന്നുള്ളതിലേക്ക് അഡിക്ഷൻ ആയിക്കൊണ്ടിരുന്നു. അഡിക്ഷനായി അത് ഉപയോഗിച്ച് ചെറിയ അളവ് കൂടി ഞാൻ വലിയ അളവിൽ ഉപയോഗിക്കൽ തുടങ്ങി. പിന്നെ ഞാൻ ദിവസം ഉപയോഗിക്കലായി. എനിക്കിതില്ലാതെ പറ്റാതായി. ഒരു രാവിലെ നമ്മളൊരു ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിച്ച് നമ്മളതിന് ശേഷം മരുന്ന് കഴിക്കണ പോലെ ഞാൻ ഭക്ഷണത്തിന് ശേഷം MDMA എന്ന് പറഞ്ഞ പോലെ ഞാനായി. ഇതില്ലാതെ പറ്റാതായി. എനിക്ക് എണീച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേണം. കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഒന്ന് ഭക്ഷണമാണ്, ഒന്ന് ഉറക്കാണ്. ഇത് രണ്ടും വേണം ഒരു മനുഷ്യന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ. അത് രണ്ടും കിട്ടൂല. ഈ സംഭവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഉണ്ടാവില്ല. MDMA സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനായ ആൾക്ക് ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങൂല, പിന്നെ ഭക്ഷണം കഴിക്കൂല, ഇത് രണ്ടും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഉറങ്ങാതെ പല എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇതില് 4 ഘട്ടങ്ങളായിട്ടാണ് ഈ MDMA ഉപയോഗിക്കുന്നവർക്കുള്ളത്. ഫസ്റ്റ് ഘട്ടമാണ് എന്റർടൈൻമെന്റും എൻജോയ്മെന്റും ഭയങ്കര ധൈര്യവും ഭയങ്കര സംഭവമാണ്. അത് കഴിഞ്ഞിട്ടൊരു ഘട്ടമുണ്ട്. അതിങ്ങനെ നമ്മള് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പെട്ടെന്ന് മരിക്കുന്നത്. മരണം ഉറപ്പാണ് ഇതിനൊരു പറച്ചിലുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഒരു 4-5 വർഷം കഴിഞ്ഞ ആയുസുള്ളൂ പറഞ്ഞു. പക്ഷെ എനിക്ക് 2 വർഷം ആയുസ് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇത് ഫസ്റ്റ് ഘട്ടം ഭയങ്കര ധൈര്യം കാര്യങ്ങളാണ്. സെക്കൻഡ് ഘട്ടം നമ്മൾ സംശയത്തിലേക്ക് മാറും. നമ്മളിപ്പോ ഒരാളിവിടെ ഇരിക്കണ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഇരിക്കണം, നമുക്ക് സംശയം തോന്നും. ഓരോ വ്യക്തികളും സംശയം. നമ്മളെ ഉമ്മാനെ പെങ്ങളെ എല്ലാരും നമുക്ക് സംശയമാണ്. അവര് നമ്മളെ ഒറ്റി കൊടുക്കണ്ടോ, അവര് നമ്മളെ പിടിപ്പിക്കുവോ, അല്ലെങ്കിൽ അവരെ നമ്മളെ അങ്ങനെ പല സംശയം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് വയലന്റ് ആവും. നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ആര് പറഞ്ഞത് നമുക്ക് പറ്റൂല, നമുക്ക് എല്ലാവരോടും ദേഷ്യവും പെട്ടെന്ന് പ്രശ്നങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് ലാസ്റ്റ് 4ാമത്തെ ഒരു ഘട്ടമാണ് നമുക്ക് മനം മടുപ്പ്, നമുക്ക് ഇനി ജീവിക്കണ്ടെന്ന് തോന്നും, നമുക്ക് ആരുമില്ല. ഈ 3ാമത്തെ ഘട്ടത്തിൽ നമ്മൾ വയലന്റ് ആയിട്ട് എല്ലാവരും നമ്മൾ വെറുപ്പിക്കും, നമുക്ക് ആരും ഉണ്ടാവില്ല. എല്ലാവരും നമ്മൾ ദേഷ്യപ്പെടുന്നു, പ്രശ്നം ഉണ്ടാക്കണ്, പേരുകൾ പറയണ, എല്ലാവരും നമ്മൾ വെറുപ്പിച്ച് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ആരും ഇല്ല എന്നുള്ള തോന്നലായി വരും. നമുക്ക് ആരുമില്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് ആരുമില്ല, നമ്മൾ എന്തിനു ജീവിക്കണം എന്നുള്ള തോന്നല് നമ്മൾ മരിക്കണം, ആത്മഹത്യ ചെയ്യും.
അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കയറെടുത്ത് ഞാൻ ഫാനിൽ തൂങ്ങിയാളാ. എനിക്ക് തോന്നിയതാണ്, എനിക്ക് ആരുമില്ല, ഞാൻ എല്ലാവരുടെ ഇടയിലും കോമാളിയാണ്, ഞാൻ എന്തിന് ജീവിക്കുന്നു വിചാരിച്ച് ഞാനിത് ചെയ്യാൻ നിന്നാളാ. എനിക്കിത് ചെയ്യാൻ മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വയലന്റ് ആയിട്ട് നാട്ടിലും വീട്ടിലും ഫുൾ പ്രശ്നങ്ങളായി. പക്ഷെ ഈ വീട്ടില് പ്രശ്നം ഉണ്ടാകാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ഞാൻ ഈ ബാംഗ്ലൂരും എറണാകുളം ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ഞാൻ വീട്ടിൽ എപ്പോഴേലും വിരലുണ്ടായതുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. പക്ഷെ വരുമ്പോ പ്രശ്നം ഉണ്ടാകുന്ന മുമ്പാക്ക് ഞാൻ വീട്ടിൽ വരുമ്പോ പേടിയായിരുന്നു. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പലരോട് തർക്കിക്കും, ദേഷ്യപ്പെടും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ അപേക്ഷിച്ച് ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. ഞാനിത് ഒരുപാട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ജനലില്ല, ബാത്റൂമിന് ഡോറില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ബാത്റൂമിന് ഡോറില്ല, പിന്നെ അലമാരക്ക് ഗ്ലാസ് ഇല്ല. അതൊക്കെ അവൻ അടിച്ചു പൊളിച്ച്. അത് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ അടിച്ചു പൊളിച്ച്. കാരണം ഈ പ്രഷറാണ്, ഈ ലഹരി എന്ന് പറഞ്ഞ MDMA സാധനം ഉപയോഗിക്കുന്ന ആൾക്ക് അവൻ പറഞ്ഞത് നടക്കണം. വാശി, ആ വാശി നമ്മൾ വിട്ടുകൊടുക്കൂല.